ഇനി മുഗളന്മാരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന രണ്ട് സമ്പ്രദായങ്ങളാണ് മൻസബ്ദാരി സമ്പ്രദായം, ജാഗിർദാരി സമ്പ്രദായം. എക്സാമിനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മൻസബ്ദാരി സമ്പ്രദായം. എന്താണ് മൻസബ്ദാരി സമ്പ്രദായം? ഇവിടെ മൻസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ അർത്ഥത്തിൽ സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതായത് മുഗളന്മാരുടെ കാലഘട്ടങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥനുക്കും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പദവി ഉണ്ടായിരുന്നു. ആ പദവിക്കനുസരിച്ചിട്ടാണ് അവരുടെ വേതനം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പറയാമല്ലോ, ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ ഓരോ കാറ്റഗറി പദവിയൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് സാലറി സ്കെയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഇവിടെയും മൻസബ് സമ്പ്രദായം സൂചിപ്പിക്കുന്നത്. ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഓരോ പദവി ഉണ്ടായിരുന്നു. ഇത് അക്ബർ ചക്രവർത്തിയാണ് മൻസബ്ദാരി സമ്പ്രദായം തുടങ്ങുന്നത്. അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പദവിയുടെ കീഴിൽ 2 വിഭാഗങ്ങൾ വരുന്നുണ്ട്. അതായത് സാറ്റ് സവാർ. സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൻസബ്ദാരുടെ വ്യക്തിപരമായ പദവിയെ സൂചിപ്പിക്കുന്നതാണ് സാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലൊക്കെ വ്യത്യസ്ത പദവികളുണ്ടല്ലോ. അപ്പോൾ SI സബ് ഇൻസ്പെക്ടർ അല്ലേ, അതുപോലെ CI സർക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ SP സൂപ്രണ്ട് ഓഫ് പോലീസ്, പിന്നെ അതുപോലെ തന്നെ DYSP, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ DGP, ADGP, അങ്ങനെയൊക്കെ പറയാമല്ലോ, ഓരോ സ്ഥാനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദവിയെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ സാറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സവാർ എന്ന് പറയുന്നത്. സവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് സവാർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള വിഭാഗം എന്ന് പറയുന്നത് കുതിരപ്പടയാളികളായിരുന്നു. നല്ല കഴിവുള്ള കുതിരകളാണെങ്കിൽ അതാണ് സൈന്യത്തിന് ഏറ്റവും ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനികർക്കുള്ള ചെലവുകൾ കൊടുക്കുന്ന അതേപോലെ തന്നെ അവരുടെ കീഴിൽ വരുന്ന കുതിരകൾക്കും ചെലവ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിവില്ലാത്ത വയസ്സൻ കുതിരകളൊക്കെ എന്ത് ചെയ്യും, ഈ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും. നല്ല കഴിവുള്ള കുതിരകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നിർത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ നിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് സവാർ എന്ന് പറയുന്നത്. അത് നിശ്ചിത സമയങ്ങളിൽ എന്ത് ചെയ്യും, അതിൻ്റെ കണക്കെടുക്കും. 6 മാസമൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കണക്കെടുക്കും. എന്നിട്ട് അതുവരെ അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള ചെലവുകൾ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യും, കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുതിര ചത്തുക്കണോ ഇല്ലയെന്നും അറിയില്ലല്ലോ, അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം. അതുപോലെ ഏതെങ്കിലും യുദ്ധത്തിൽ ആ കുതിരക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഈ കുതിരപ്പടയാളികളുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്ന കുതിരയായിരിക്കും, അതിനൊക്കെ എന്ത് ചെയ്യും, മാറ്റി നിർത്തും. പക്ഷേ ഈ കുതിരപ്പടയാളികൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കുതിരകളുടെ എണ്ണം കാണിച്ചുകൊണ്ട് അവർ അതിനുള്ള ചെലവിനുള്ള കാശ് പണം അടിച്ചു മാറ്റും. നമ്മൾ എന്ത് പറയുമല്ലോ, കൈക്കൂലിയൊക്കെ വാങ്ങുക അല്ലെങ്കിൽ അഴിമതി നടത്തുമെന്നറിയാലോ ഉദ്യോഗസ്ഥന്മാർ. ഇതേ അവസ്ഥ, കുതിരകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് ആ കുതിരകൾക്കുള്ള ചെലവ് മേടിക്കും. യഥാർത്ഥത്തിൽ ആ കുതിര യുദ്ധത്തിനൊന്നും വരാത്ത കുതിരയായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ 6 മാസം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, ഈ കുതിരകളെ നേരിട്ട് ഹാജരാക്കണം. എന്നിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചിലവ് കൊടുക്കുള്ളൂ. ഇനി ഇതിന് പറ്റാത്ത കുതിരകളാണെങ്കിൽ അല്ലെങ്കിൽ പറ്റുന്ന കുതിരകളാണെങ്കിൽ അതിനെന്ത് ചെയ്യും, ഒരു പ്രത്യേക മുദ്ര പതിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒക്കെ മുമ്പ് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഇത് നമ്മൾ സവാർ എന്ന് പറയുന്നത്. ഒരു മൻസബ്ദാരിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ നിർത്തേണ്ട കുതിരപ്പടയാളികളെയാണ് സവാർ എന്ന് പറയുന്നത്. ഇങ്ങനെ മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ മൻസബ്ദാറിനെ ഇരട്ട അക്കങ്ങൾ കൊണ്ടാണ് പരാമർശിക്കുന്നത്. അതായത് നമ്മൾ ഇതിൽ നമ്മൾ 10 അല്ലെങ്കിൽ 20, 30, 50 അങ്ങനെയുള്ള ഒരു എണ്ണം ആയിരിക്കും ഇവരുടെ കീഴിൽ വരുന്നത്. ഇനി ഈ മൻസബ്ദാർമാരെ ഒരിക്കലും നിയമിക്കുന്നത് പരമ്പരാഗതമായിട്ട് കിട്ടുന്നതല്ല. പരമ്പരാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഫാദർ, നമ്മുടെ അച്ഛൻ മൻസബ്ദാറാണെങ്കിൽ മകൻക്ക് അച്ഛൻ്റെ മരണശേഷം മകൻക്ക് ലഭിക്കൂല.
ഇത് രാജാവ് നേരിട്ടിട്ടാണ് മൻസബ്ദാർമാരെ നിയമിക്കുന്നത്, അവർക്കുള്ള സാലറി കണക്കാക്കുന്നത്, അവരുടെ സ്ഥാനക്കയറ്റം, അവരുടെ ആനുകൂല്യങ്ങൾ, അവരെ പിരിച്ചുവിടൽ, മുഴുവൻ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് ആരാണ്? രാജാവായിരിക്കും. അപ്പോൾ ഇത് തുടങ്ങി വെച്ചത് ആരാണ്? അക്ബറാണ് ഈ ഒരു സമ്പ്രദായം, മൻസബ്ദാരി സമ്പ്രദായം തുടങ്ങി വെക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണേ. മൻസബ്ദാരി സമ്പ്രദായം 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് മൻസബ്ദാരി സമ്പ്രദായം. ഇനി 139 പേജ് നോക്കൂ. മറ്റൊരു സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം. ജാഗിർദാരി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈനികർക്ക് ശമ്പളം നൽകുന്നതിന് പകരം ഭൂമിയായിട്ട് എന്ത് ചെയ്യും? നൽകും. അതിനെയാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനെയാണ് ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. മൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് ശമ്പളമായി പണത്തിന് പകരം നൽകുന്ന ഭൂമിയാണ് ജാഗിർദാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്പ്രദായത്തിൽ നമുക്ക് വരുമാനം മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ വരുമാനം കമ്മിയായതുകൊണ്ട് ഭൂമി പകരമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് ഇവരുടെ ശമ്പളത്തിന് തുല്യമായ ഒരു തുക ടാക്സായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? പിരിച്ചെടുക്കാം. ഇപ്പോൾ ഒരാൾക്ക് 30,000 ശമ്പളമെങ്കിൽ ഈ നൽകുന്ന ഭൂമിയിൽ നിന്ന് 30,000 രൂപ അവർക്ക് എന്ത് ചെയ്യാം? ടാക്സായിട്ട് പിരിച്ചെടുക്കാം. ഒരിക്കലും ഒരു നിർബന്ധപൂർവ്വം ശക്തമായിട്ട് പിരിച്ചെടുക്കുവാൻ പറ്റുകയില്ല. ഇനി ഇവർക്ക് ഈ എമൗണ്ട് അല്ലെങ്കിൽ ഇവരുടെ ശമ്പളം ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ മറ്റുള്ള ജാഗിർമാരുണ്ടാകുമല്ലോ, അവരിൽ നിന്ന് ബാക്കി വരുന്ന തുക ഇവർക്ക് എന്ത് ചെയ്യാം? കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന ജാഗിർദാരിക്ക് അല്ലെങ്കിൽ ഒരു സൈനികന് അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ നിന്നൊരു 25,000 കിട്ടുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഒരു 5,000 കൂടെ വേണമല്ലോ 30,000-ലേക്ക്. അപ്പോൾ മറ്റൊരു ബി എന്ന് പറയുന്ന സൈനികന് ഒരു 35,000 40,000 കിട്ടുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് വരുന്ന തുകയിൽ നിന്ന് ഈ എക്ക് എന്ത് ചെയ്യും? 5,000 രൂപ കൊടുക്കും. അപ്പോൾ ഒരിക്കലും ഒരു കർക്കശമായിട്ട് നമ്മൾ പിടിച്ചു പറിക്കുന്ന ഒരു സംവിധാനം ജാഗിർദാരിയിൽ ഇല്ല. അവരുടെ ശമ്പളത്തിന് തുല്യമായ തുക ഈ മൻസബ്ദാർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈനികർക്ക് ഈ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുക്കുവാൻ സാധിക്കും. ഓക്കെ, നോക്ക് 139 പേജിൽ കേട്ടോ. ജാഗിർദാരി സമ്പ്രദായം മൻസബ്ദാർമാർക്ക് ശമ്പളമായി പണത്തിന് പകരം നൽകുന്ന ഭൂമിയെയാണ് ജാഗിർദാരി എന്ന് പറയുന്നത്. ജാഗിർ അഥവാ തുയൂൽ എന്ന് അറിയപ്പെടുന്നു. തൻ്റെ ശമ്പളത്തിന് തുല്യമായ നികുതി മൻസബ്ദാർമാർക്ക് ഈ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുക്കുവാൻ പറ്റുമായിരുന്നു. ചിലപ്പോൾ തൻ്റെ ശമ്പളത്തിന് തുല്യമായ തുക മൻസബ്ദാർമാർക്ക് ജാഗിറുകളിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ഇത് 2 തരത്തിൽ പിരിച്ചെടുക്കാൻ പറ്റും. ഒന്നുകിൽ മൻസബ്ദാറിൻ്റെ ശമ്പളം പണമായിട്ട് നൽകും, അല്ലെങ്കിൽ മറ്റൊരു ജാഗിർ നൽകുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് നൽകും എന്നർത്ഥം. ഒരിക്കലും ബലം പ്രയോഗിച്ച് നിയമവിരുദ്ധമായ രീതിയിൽ പിരിച്ചെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇനി മറ്റൊരു കാര്യം, 3-4 വർഷം കഴിയുമ്പോൾ ഓരോ ജാഗിർദാരന്മാരെയും എന്ത് ചെയ്യും? സ്ഥലം മാറ്റും. എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു അഴിമതി നടത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടാണെങ്കിൽ കൃഷിയിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ 30,000 രൂപ ശമ്പളമാണ്. അപ്പോൾ ഒരു ഭൂമിയിൽ നിന്നൊരു 50,000 രൂപയൊക്കെ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ജാഗിർദാർമാരെന്ത് ചെയ്യും? ആ 50,000 പിരിച്ചെടുക്കും. എന്നിട്ട് 30,000 കിട്ടിയിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ 20,000 രൂപ അവർ അഴിമതി നടത്തിയതാണല്ലോ. അപ്പോൾ അവരും ഈ കൃഷിഭൂമിക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും, പരസ്പരം പരിചിതമായല്ലോ. അതുകൊണ്ട് ഈ ഒരു അഴിമതി ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് 3-4 വർഷം കൂടുന്ന സമയത്ത് ഒരു സ്ഥിരമായിട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തൂല എന്നർത്ഥം. 3-4 വർഷം കൂടുമ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുന്ന സംവിധാനങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഔറംഗസീബിൻ്റെ ഭരണകാലഘട്ടമായപ്പോഴേക്കും ഈ ജാഗിർദാരി വ്യവസ്ഥയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. മാത്രമല്ല അവരുടെ സാമ്രാജ്യ വികസനം നിലച്ച സമയങ്ങളിൽ ജാഗിർദാർമാർക്ക് ഭൂമി നൽകുവാനില്ലാത്തൊരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളുണ്ടായപ്പോൾ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ജാഗിർദാരി സമ്പ്രദായം എടുത്തൊഴിവാക്കുന്ന സാഹചര്യം വ്യവസ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുഗളന്മാരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത്.
ഇനി നെക്സ്റ്റ് 140 പേജ് നോക്കൂട്ടോ. 147 ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഡ്യൂറിങ് മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സവിശേഷതകൾ ചർച്ച ചെയ്യുക. എക്സാമിനൊക്കെ വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫീച്ചേഴ്സ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയുടെയും സാഹിത്യത്തിൻ്റെയും സവിശേഷതകൾ. ഇവിടെ മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ ധാരാളം കൊട്ടാരങ്ങളും ആരാധനാലയങ്ങളും ശവകുടീരങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. സ്മാരകങ്ങൾ, പൊതുകെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഭരണകാലഘട്ടങ്ങളിലെ മിക്ക രാജാക്കന്മാരും അവരുടെ ശവകുടീരങ്ങൾ നേരത്തെ നിർമ്മിക്കുമായിരുന്നു. മരണത്തിന് മുമ്പ് തന്നെ എവിടെയായിരിക്കണമെന്ന് നിശ്ചയിക്കുകയും അവിടെ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അടക്കം ചെയ്യുകയാണ് മിക്കപ്പോഴും പതിവുണ്ടായിരുന്നത് കേട്ടോ. അന്ന് ഓർത്തു വെക്കുക. ഇനി ഈ പ്രധാനപ്പെട്ട രാജാക്കന്മാർ നിർമ്മിച്ച അവരുടെ കെട്ടിടങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു 3-4 കാര്യങ്ങളെങ്കിലും ഓർത്തു വെക്കണം കേട്ടോ. അതിലൊന്നാമത്തത് ബാബറുടെ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച കെട്ടിടത്തിലൊന്നാണ് ജുമാ മസ്ജിദ്. നമ്മൾ ബാബരി മസ്ജിദ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചല്ലോ. അപ്പോൾ അതാണിത് ബാബർ നിർമ്മിച്ച ജുമാ മസ്ജിദ്. പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ്. പിന്നെ മറ്റൊന്ന് ആഗ്രയിലെ ലോധി കോട്ട. ആഗ്രയിലെ ലോധി കോട്ട, ആ കോട്ടക്കകത്ത് മറ്റൊരു പള്ളിയുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട കെട്ടിടമാണ്. ഇനി മറ്റൊന്ന് ഷേർഷയുടെ ശവകുടീരം. സസാരം എന്ന് പറയുന്ന സ്ഥലത്ത് തടാകത്തിൻ്റെ നടുവിൽ ഉയർന്ന തറക്കുമേൽ നിർമ്മിച്ച ശവകുടീരമാണ് ഷേർഷയുടെ ശവകുടീരം. ഇത് മുഗൾ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് കേട്ടോ. സസാരം എന്ന സ്ഥലത്തുള്ള ഷേർഷയുടെ ശവകുടീരം. പിന്നെ മറ്റൊന്നാണ് അക്ബർ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ഫത്തേപൂർ സിക്രി കേട്ടോ. ഫത്തേപൂർ സിക്രി, അക്ബറുടെ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന കെട്ടിടം. പിന്നെ മറ്റൊന്നാണ് ആഗ്ര കോട്ട. ആഗ്ര കോട്ട. പിന്നെ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഒരു 3-4 കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ആഗ്ര കോട്ട. ഇനി നെക്സ്റ്റ് വരുന്നത് ജോധുബായ്, ഫത്തേപൂർ സിക്രി. ഇനി ഫത്തേപൂർ സിക്രിയിൽ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് ദിവാൻ ഇ ആം. ദിവാൻ ഇ ആം ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദിവാൻ ഇ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയുടെ ഓഫീസ്. ചക്രവർത്തിയുടെ ഓഫീസിനാണ് ദിവാൻ ഇ ആം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദിവാനി ഗാസ്. ദിവാനി ഗാസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ കൂടിക്കാഴ്ചക്കുള്ള ഹാള്. ദിവാനി ഗാസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ കൂടിക്കാഴ്ചക്കുള്ള ഹാള്. ഇവ രണ്ടും എവിടെയുണ്ട്? ഫത്തേപൂർ സിക്രിയിൽ ഉണ്ട്. ഇത് ഒരു മാർക്കിനും പാടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ഓർത്ത് വെക്കണേ. പിന്നെ മറ്റൊന്നാണ് പഞ്ച് മഹൽ. അക്ബർ നിർമ്മിച്ച മറ്റൊരു കെട്ടിടമാണ് പഞ്ച് മഹൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഇവരുടെ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ബുലന്ദ് ദർവാസ. മറ്റൊന്നാണ് ബുലന്ദ് ദർവാസ. അതായത് ഫത്തേപൂർ സിക്രിയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് പറയുന്ന പേരാണ് ബുലന്ദ് ദർവാസ. ഇതൊക്കെ വളരെ അധികം മനോഹരമായിട്ടുള്ള നിർമ്മിതികളാണ് കേട്ടോ. പിന്നെ മറ്റൊന്നാണ് ഷാജഹാൻ്റെ കാലഘട്ടങ്ങളിലും ധാരാളം നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിലെ ചെങ്കോട്ട, മുഗളന്മാരുടെ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതാണ് ഡൽഹിയിലെ ചെങ്കോട്ട. അതുപോലെ തന്നെ താജ്മഹലിൽ നമുക്കൊക്കെ അറിയാവുന്ന ലോക അത്ഭുതങ്ങളിലൊന്നായിട്ട് നിലനിൽക്കുന്ന ഒന്നുകൂടെയാണിത് താജ്മഹൽ. ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ. അപ്പോൾ ഇത് ഇവരുടെ കലാസൃഷ്ടികൾ വിളിച്ചോതുന്ന, കലാസൃഷ്ടിയുടെ വൈഭവം അറിയിക്കുന്ന കെട്ടിടങ്ങളാണ് ഇവ. ഒരു 3-4 കെട്ടിടങ്ങളുടെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ആരാണ് നിർമ്മിച്ചത്, കെട്ടിടത്തിൻ്റെ പേര് എന്താണെന്ന് പഠിച്ചു വെക്കണേ. സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണത്. ഇനി അവരുടെ സാഹിത്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാഷയും സാഹിത്യവും. 141 പേജിൽ മുഗളന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ ഭരണഭാഷ പേർഷ്യനായിരുന്നു. ഭരണഭാഷ പേർഷ്യൻ ഭാഷ, അതായത് അറബി, ഉറുദു ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ് പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് അവരുടെ പണ്ഡിത ഭാഷ സംസ്കൃതമായിരുന്നു. അതായത് ഇന്ത്യയിലുള്ള ഭാഷ ഹിന്ദി, അതിൻ്റെ മുമ്പ് സംസ്കൃതമാണ് ഉണ്ടായിരുന്നത്. അവരുടെ പണ്ഡിത ഭാഷ
അതായത് സാഹിത്യമൊക്കെ എഴുതിയിരുന്നത് സംസ്കൃതത്തിലായിരുന്നു, ഭരണഭാഷ പേർഷ്യയായിരുന്നു. ഈ പേർഷ്യൻ ഭാഷയിലുള്ള ഗദ്യവും പദ്യവുമൊക്കെ അക്ബറുടെ കാലഘട്ടങ്ങളിൽ ധാരാളം ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പേർഷ്യൻ ഭാഷയിലുള്ള പദ്യം ഗദ്യം കവിതകളും അതുപോലെ തന്നെ സാഹിത്യ രചനകളൊക്കെ ധാരാളം നിർമ്മിച്ചിട്ടുണ്ട്. മാത്രമല്ല മഹാഭാരതം, രാമായണം ഉൾപ്പെടെയുള്ള പല കൃതികളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പുറംലോകം, അതായത് വിദേശികൾ ഇന്ത്യയുടെ മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചൊക്കെ അവർ പഠിക്കുന്നത്. പിന്നെ പല പ്രമുഖ പണ്ഡിതന്മാരും കവികളും ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് മുഗൾ കൊട്ടാരത്തെ ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം ഇത്തരത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഇറക്കിയപ്പോഴാണ് വിദേശികളായിട്ടുള്ള ധാരാളം ആളുകൾ എവിടേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലുള്ള പല പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതും ഈ മുഗളന്മാരുടെ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം സാഹിത്യങ്ങൾ പേർഷ്യൻ ഭാഷയിൽ ഇറക്കുകയും ഇന്ത്യയിലുണ്ടായിരുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങൾ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഭാഷ, സാഹിത്യം, അതുപോലെ തന്നെ അവരുടെ കല, ഇത് രണ്ടും ഓർത്ത് വെക്കണേ. സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് 142 പേജ് നോക്കൂട്ടോ. അതിൽ ശിവജിയുടെ ഭരണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഡിസ്കസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മറാത്ത അഡ്മിനിസ്ട്രേഷൻ. മറാത്തക്കാരുടെ കേന്ദ്രഭരണത്തെക്കുറിച്ച് വിവരിക്കുക. അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്ത പ്രധാനപ്പെട്ട ശക്തികളാണ് മറാത്തകൾ എന്ന് പറയുന്നത്. മറാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മഹാരാഷ്ട്രയുടെ ഭാഗമാണ് കേട്ടോ മറാത്തകൾ. മറാത്തകളുടെ ശക്തി ശിവജിയുടെ ഭരണത്തിന് കീഴിലാണ് അവർ വലിയ ശക്തികളായിട്ട് മാറിയത്, പുരോഗതിയിലേക്ക് എത്തിയത്. ശിവജി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ശിവജിയുടെ ശക്തി, അല്ലെങ്കിൽ ശിവജി ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു ശിവജി. ഇനി ശിവജിയുടെ ഭരണകാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 8-അംഗ മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ മന്ത്രിസഭയാണ് നമ്മൾ അഷ്ടപ്രധാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ അഷ്ടപ്രധാൻ എന്നാണ് ചോദിക്കട്ടെ. അഡ്മിനിസ്ട്രേഷൻ ദ മറാത്താസ് വിത്ത് റെഫറൻസ് ടു അഷ്ടപ്രധാൻ. എന്താണ് അഷ്ടപ്രധാൻ? അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ശിവജിയുടെ ഭരണകാലഘട്ടങ്ങളിൽ 8 ആൾ വിഭാഗം അടങ്ങുന്ന മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയിരുന്നു. അതിനെ അഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കേട്ടോ, അഷ്ടപ്രധാൻ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തത് പേർഷ്യ. ഒന്നാമത്തെ ആളെ നമ്മളെന്ന് പറയും പേർഷ്യ എന്ന് പറയും. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തികവും ഭരണപരമായ ഉത്തരവാദിത്തം പേർഷ്യക്കായിരുന്നു. മാത്രമല്ല രാജ്യത്തിൻ്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതല പേർഷ്യക്കായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ മന്ത്രി ആരാണ്? പേർഷ്യ. പേര് മറക്കരുത്, പേർഷ്യ. അദ്ദേഹത്തിൻ്റെ ചുമതല സാമ്പത്തികവും ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം പേർഷ്യക്കായിരുന്നു. രണ്ടാമത്തതാണ് അമാത്യൻ. രണ്ടാമത്തെ മന്ത്രിയാണ് അമാത്യൻ. അദ്ദേഹത്തിൻ്റെ ചുമതല ധനകാര്യ മന്ത്രിയാണ്. രാജ്യത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നത് അമാത്യനായിരുന്നു. മൂന്നാമത്തത് സുമന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രിയെയാണ് സുമന്ത് എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലെ എല്ലാ ചുമതലകളും സുമന്തിൽ നിക്ഷിപ്തമായിരുന്നു. മൂന്നാമത്തത് സുമന്ത്, വിദേശകാര്യമന്ത്രി. നാലാമത്തത് സജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക എഴുത്തുകുത്തുകൾ നടത്തിയിരുന്ന വ്യക്തി സജീവനായിരുന്നു. നമ്മൾ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുമല്ലോ. അതായത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രാജ്യങ്ങൾ തമ്മിലുള്ള, അതുപോലെ തന്നെ രാജാവിൻ്റെ കൽപ്പനകൾ എഴുതുക, സൂക്ഷിക്കുക, അതിൽ രാജകീയ സീല് പതിപ്പിക്കുക തുടങ്ങിയ ചുമതലയൊക്കെ സജീവൻക്കായിരുന്നു. അപ്പോൾ സജീവൻ രാജ്യത്തിൻ്റെ ഔദ്യോഗിക എഴുത്തുകുത്തുകളുടെ ചുമതല സജീവൻക്കായിരുന്നു. ഇനി അഞ്ചാമത്തത് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര മന്ത്രി.
അതായത് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിനമുള്ള അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന രാജ്യസഭയിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് രാജാവിനെ ഏൽപ്പിക്കുക, മുഴുവൻ രേഖകളും തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ് മന്ത്രി എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്ന ചുമതല. രാജ്യസഭയിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് രാജാവിനെ ഏൽപ്പിക്കുക. ഇനി ആറാമത്തതാണ് പണ്ഡിറ്റ് റാവു. ആറാമത്തത് പണ്ഡിറ്റ് റാവു, അതായത് പ്രധാന പുരോഹിതനെയാണ് പണ്ഡിറ്റ് റാവു എന്ന് പറയുന്നത്. പ്രധാന പുരോഹിതനെയാണ് പണ്ഡിറ്റ് റാവു എന്ന് വിളിച്ചിരുന്നത്. രാജ്യത്തിൻ്റെ മതപരമായ എല്ലാ കാര്യത്തിൻ്റെയും ചുമതല ആർക്കായിരുന്നു? പണ്ഡിറ്റ് റാവുവിനായിരുന്നു കേട്ടോ. അപ്പോൾ മതപരമായ കാര്യങ്ങൾ നോക്കുന്ന പുരോഹിതനാണ് പണ്ഡിറ്റ് റാവു. ഇനി ഏഴാമത്തത് സേനാപതി. ആ പേര് പോലെ തന്നെ സൈനിക മേധാവിയാണ് സേനാപതി. സൈനിക മേധാവിയാണ് സേനാപതി. രാജ്യത്തെ സൈന്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും സേനാപതിക്കായിരുന്നു. ഇനി എട്ടാമത്തതാണ് ന്യായാധ്യക്ഷൻ. അതും പേര് പോലെ തന്നെ നീതിന്യായ വകുപ്പിൻ്റെ തലവനാണ് ന്യായാധിപൻ എന്ന് പറയുന്നത്. നീതിന്യായ കാര്യങ്ങളിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിൻ്റേതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 8 മന്ത്രിമാരാണ് ശിവജിയുടെ കീഴിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 12ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. ഇത് കേൾക്കുക, കേട്ട് പഠിക്കുക, പിന്നെ അതുപോലെ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ശരി.